നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. കൊല്ലവർഷം 1200 മീനമാസ ഫലങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. കുംഭമാസം അവസാനിക്കാറായിട്ടുണ്ട്. 2025 മാർച്ച് 15-ാം തീയതി ആണ് കലണ്ടർ പ്രകാരം നമ്മൾ മീനമാസം 1-ാം തീയതിയായിട്ട് കണക്കാക്കുന്നത്. യഥാർത്ഥത്തിൽ കുംഭം 30-ാം തീയതി, അതായത് മാർച്ച് 14-ാം തീയതി രാത്രി തന്നെ സൂര്യൻ മീനൻ രാശിയിലേക്ക് സംക്രമിക്കും. പക്ഷേ നമ്മൾ കലണ്ടർ പ്രകാരം 1-ാം തീയതിയായിട്ട് തൊട്ട് പിറ്റേ ദിവസമാണ് കണക്കാക്കുന്നത്. മറ്റ് ഗ്രഹനിലകൾ നോക്കുമ്പം ശനി കുംഭൻ രാശിയിലാണ്. മാർച്ച് 29-ന് മീനൻ രാശിയിലേക്ക് കടക്കും. അപ്പം സൂര്യനും ശനിയും ബുധനും ശുക്രനും രാഹുവും ആ രാശിയിൽ ഉണ്ടാവും. ശുക്രൻ ഉച്ചരാശി സ്ഥിതനാണ് മീനത്തിൽ, ബുധൻ നീചരാശി സ്ഥിതനാണ്. രാഹുവിൻ്റെ 7-ാം രാശിയിൽ കേതു സഞ്ചരിക്കുന്നുണ്ട്, കന്നി രാശിയിൽ. വ്യാഴം ഇടവൻ രാശിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു, ചൊവ്വ മിഥുനൻ രാശിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ഈ ഗ്രഹാവസ്ഥ അനുസരിച്ച് നമുക്ക് ഓരോ നക്ഷത്രക്കാരുടെ ഫലം നോക്കാം. ആദ്യം അശ്വതി നക്ഷത്രക്കാരുടെ ഫലം നോക്കാം. സൂര്യൻ 12-ാമത്തെ ഭാവത്തിലേക്കാണ് വരുന്നത് അശ്വതി നക്ഷത്രക്കാർക്ക്, അതായത് മേടക്കൂറുകാരുടെ 12-ാം ഭാവത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ ഈ 12-ലേക്ക് സൂര്യൻ വരുമ്പോൾ ശാരീരിക അധ്വാനം വർദ്ധിക്കും, ജോലി ഭാരം വർദ്ധിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ പലവിധ കാരണങ്ങൾ കൊണ്ട് പറ്റാതെ വരും. നല്ല കഴിവുള്ളവർക്ക് പോലും അത് പ്രകടിപ്പിക്കാനായിട്ട് വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടോ തിരക്കുകൾ കൊണ്ടോ പറ്റാതെ വരും. അതുപോലെ തന്നെ ഈ കുടുംബത്തിലെ കാര്യങ്ങളും ജോലിയിലെ കാര്യങ്ങളും എല്ലാം കൂടെ ഒന്നിച്ചു കൊണ്ടുപോകാനായിട്ട് ഒരല്പം ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും, ക്ഷീണം ഉണ്ടാവും. ഔദ്യോഗിക യാത്രകളൊക്കെ ചെയ്യേണ്ടി വരും. എങ്കിലും 2-ാം ഭാവത്തിലെ വ്യാഴം 3-ാം ഭാവത്തിൽ ചൊവ്വയൊക്കെ സഞ്ചരിക്കുന്നത് കൊണ്ട് ധനസ്ഥിതിയിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാകുകയില്ല. പ്രശ്നങ്ങളെ മറികടക്കാനുള്ള കരുത്തും മനസാന്നിധ്യമൊക്കെ ഉണ്ടാകും, ആത്മവിശ്വാസം ഉണ്ടാകും. പൊതുവെ ആദർശം മുൻനിർത്തി തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. സുഹൃത്തുക്കളിൽ നിന്നും ചില പ്രതികൂല അനുഭവങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. ചെലവ് വർദ്ധിക്കാൻ ഇടയുള്ള ഒരു കാലഘട്ടമാണ്. കുടുംബജീവിതം സാമാന്യം തൃപ്തികരമായിരിക്കും. മാർച്ച് മാസത്തിൽ, അതായത് മീനം പകുതിയാകുമ്പോഴത്തേക്കും ശനി 12-ലേക്ക് വരും അശ്വതി നക്ഷത്രക്കാർക്ക്. അതുകൊണ്ട് 7.5 ശനിയുടെ ആരംഭമാണ്. അപ്പോൾ അത് കുറച്ചൊരു പ്രയാസം ഉണ്ടാക്കും. 7.5 ശനി തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ചെറിയ ചെറിയ തടസ്സങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങും. എങ്കിലും വ്യാഴം അനുകൂലമായിട്ട് നിൽക്കുന്നത് കൊണ്ട് ചൊവ്വ അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ ഈ അടുത്ത സമയത്ത്, അതായത് ഈ മീനമാസത്തിൽ വലിയ പ്രശ്നമില്ലാതെ കടന്നു പോകും. അശ്വതി നക്ഷത്രക്കാരെ ഗണപതി പ്രീതികരങ്ങളായ കർമ്മങ്ങളാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ അവർ ചൊവ്വാഴ്ച ദിവസം സുബ്രഹ്മണ്യ സ്വാമിക്ക് അർച്ചന നടത്തുന്നത് നല്ലതാണ്. കുടുംബദേവതയ്ക്ക് വഴിപാടുകൾ ചെയ്യുക. പിന്നെ ഈ ശനി 12-ലേക്ക് വരികയാണല്ലോ ഈ മാസം. അപ്പോൾ ഈ ശനി പ്രീതികരങ്ങളായ കർമ്മങ്ങളും ശനി ദോഷം മാറ്റാൻ വേണ്ടിയിട്ട് ശാസ്താവിനും ഹനുമാൻ സ്വാമിക്കും വഴിപാടുകൾ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നവഗ്രഹ ക്ഷേത്രത്തിൽ ശനിക്കും വഴിപാട് കൊടുക്കുക. എന്തെങ്കിലും ഒരു ചെറിയ വഴിപാട് കൊടുത്താൽ മതി. ശാസ്താവിന് നീരാഞ്ജനം, നെയ്വിളക്ക് തുടങ്ങിയ ഏതെങ്കിലും ഒരു വഴിപാട് കൊടുക്കാം. 7.5 ശനിയുടെ ആരംഭമാണ്. അപ്പം നമ്മൾ ആദ്യം തന്നെ ഈ ശനിപ്രീതികരങ്ങളായ കർമ്മങ്ങളും അതോടൊപ്പം തന്നെ കുടുംബദേവതയ്ക്കും വഴിപാട് കൊടുത്താൽ നമുക്ക് കുടുംബജീവിതവും സാമൂഹിക ജീവിതവും ഔദ്യോഗിക ജീവിതമൊക്കെ വലിയ അലട്ടലുകളില്ലാതെ അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതൊന്ന് ശ്രദ്ധിക്കുക. അടുത്തത് ഭരണി നക്ഷത്രക്കാരുടെ ഫലമാണ്. ഭരണി നക്ഷത്രക്കാരും മേടക്കൂർ തന്നെയാണ് വരുന്നത്. അവർക്കും സൂര്യൻ 12-ലേക്കാണ് എത്തിച്ചേരുന്നത്. ഈ മാസം തന്നെ ശനിയും അവരുടെ 12-ാം ഭാവത്തിലേക്ക് എത്തിച്ചേരുകയും മാർച്ച് 29 മുതൽ 7.5 ശനിയുടെ പിടിയിലേക്ക് വരികയും ചെയ്യുന്നു. ഈ ശനിയുടെ ഒരു പ്രത്യേകത എന്താണ്? ശനി രാശി മാറുന്നതിന് മുമ്പ് തന്നെ കുറേശ്ശെ തടസ്സങ്ങൾ കാണിച്ചു തുടങ്ങും. അല്ലാതെ കൃത്യം മാർച്ച് 29 മുതലല്ല ശനിയുടെ എഫക്റ്റ് അറിയുന്നത്. അതിന് മുമ്പ് തന്നെ അത് ഫലങ്ങൾ കാണിച്ചു കൊടുക്കും, ശക്തനായ ഗ്രഹമായതുകൊണ്ട്. അതുപോലെ തന്നെ ശനിയുടെ ഈ 7.5 ശനിയൊക്കെ മാറിയാലും കുറേ കാലത്തേക്ക് അതിൻ്റെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടും ഇരിക്കും. അത് പൂർണ്ണമായി മാറാനായിട്ട്, അതായത് ഒരു ശനിയുടെ ദോഷമോ
ശനി ദോഷമാണെങ്കിലും ഗുണമാണെങ്കിലും അത് പൂർണ്ണമായിട്ടും മാറാനായിട്ട് കുറേ സമയമെടുക്കും എന്നർത്ഥം. അപ്പം പല സമ്മർദ്ദങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ്. മാനസികമായിട്ട് പ്രത്യേകിച്ചും ഭരണി നക്ഷത്രക്കാർക്ക് കുറച്ച് സമ്മർദ്ദം ഉണ്ടാകും. തൊഴിൽ രംഗത്ത് കുറച്ച് പ്രയാസങ്ങളുണ്ടാകും. സഹപ്രവർത്തകരുടെ സഹകരണം കിട്ടാതെ വരിക, മേലധികാരിയുമായിട്ട് തർക്കം വരിക, മേലധികാരിയുടെ ആശയവുമായിട്ട് ചേരാതെ വരിക, ഇതൊക്കെ ഭരണി നക്ഷത്രക്കാർക്ക് ഈ മാസം അനുഭവിക്കേണ്ടി വന്നേക്കാം. അതുപോലെ തന്നെ ഓരോ കാര്യത്തിനും പലതവണ ശ്രമിക്കേണ്ടി വരുന്നത് കൊണ്ട് ക്ഷീണവും ശാരീരിക ക്ലേശങ്ങളുമൊക്കെ അനുഭവപ്പെട്ടേക്കാം. ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നില്ല എന്നുള്ള ഒരു പരാതി എപ്പോഴും ഉണ്ടാകും. യാത്രകൾ വർദ്ധിക്കും, ചിലവ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. വിരുന്നുകളൊക്കെ കൊടുക്കേണ്ടി വരികയോ അതിൽ പാർട്ടാകുകയൊക്കെ ചെയ്യേണ്ടി വരും. നമ്മൾ ഭാഗഭാക്കാകേണ്ടി വരും. അതുപോലെ തന്നെ നമ്മൾ നിർബന്ധിതമായിട്ടും പല ചടങ്ങുകളിലും പങ്കെടുക്കേണ്ടി വരും. വ്യക്തിപരമായ കാര്യങ്ങൾ പലതും മാറ്റിവെക്കേണ്ടി വരും. കുടുംബപരമായ കാര്യങ്ങളൊക്കെ മാറ്റിവെക്കുന്നതിലൂടെ കുടുംബത്തിലും കുറച്ച് സംഘർഷങ്ങളൊക്കെ ഉണ്ടായേക്കാം. എന്ന് പറഞ്ഞാൽ സംഘർഷം എന്ന് പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളൊക്കെ. പിന്നെ വ്യാഴവും ചൊവ്വയും നല്ല സ്ഥാനങ്ങളിലായതുകൊണ്ട് ഭരണി നക്ഷത്രക്കാർക്കും സാമ്പത്തികമായിട്ട് വലിയ ഇടിവുണ്ടാകുകയില്ല, ചിലവ് വർദ്ധിക്കും എന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ. പഠനത്തിൽ ഏകാഗ്രത കുറയാനായിട്ട് വിദ്യാർത്ഥികൾക്ക് ഒരു സാധ്യത കാണുന്നുണ്ട്. സാമ്പത്തികം അധികം മോശമാകില്ല. സാമാന്യം നമ്മുടെ ആവശ്യത്തിനുള്ള ധനം കിട്ടിക്കൊണ്ടിരിക്കും. ഈ 7.5 ശനിക്കാലം തുടങ്ങുമ്പോഴത്തേക്കും അവർ ഒന്ന് ശ്രദ്ധിക്കണം. യാത്രകളിലൊക്കെ നല്ലൊരു കെയർ എടുക്കണം. സാഹസ പ്രവർത്തനങ്ങളിലോട്ട് ആ സമയത്ത് ഈ ശനി ട്രാൻസിറ്റ് ചെയ്യുന്ന സമയത്ത് സാഹസങ്ങൾക്കൊന്നും പോകാതിരിക്കുന്നതാണ് നല്ലത്. ശനി ഒന്ന് മീനൻ രാശിയിലേക്ക് എത്തി അവിടെ സ്റ്റേബിൾ ആകുന്നത് വരെ നമ്മൾ ഒരല്പം കരുതലെടുക്കുന്നത് നല്ലതാണ്. കാരണം സൂര്യനും ശനിയും അവിടെ ചേർന്നാണ് നിൽക്കുന്നത്. നീചത്തിലാണ് ബുധൻ, രാഹുവിൻ്റെ സാന്നിധ്യമുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് ഉള്ളിലുണ്ടായിരിക്കണം. എങ്കിലും വ്യാഴം അനുകൂലമായതുകൊണ്ടും ചൊവ്വ 3-ൽ അനുകൂലമായിട്ട് നിൽക്കുന്നതുകൊണ്ടും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ കടന്നു പോകും. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർ ചെയ്യേണ്ട വഴിപാടുകളെന്ന് പറഞ്ഞാൽ ദേവീപ്രീതിയാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. കുടുംബദേവതയ്ക്ക് വഴിപാടുകൾ നിർബന്ധമായിട്ടും ചെയ്യണം. ഭരണി, പൂരം, പുരാടം നാളുകളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. ദേവിക്ക് അർച്ചന, ധനസ്ഥിതി ഉണ്ടെങ്കിൽ കടുംപായസം പോലുള്ള വഴിപാടുകളും ചെയ്യുന്നത് നല്ലതാണ്. കാരണം ചെറിയ തോതിൽ ഈ നമ്മുടെ പ്രവർത്തന രംഗത്തെ കുറച്ച് ശത്രുക്കളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉണ്ട്. നമ്മുടെ പെർഫോമൻസ് മോശമാക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായേക്കാം. എന്ന് വിചാരിച്ച് കൂട്ടത്തിലുള്ളവരെല്ലാം തെറ്റിദ്ധരിക്കണമെന്നല്ല പറയുന്നത്. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. അതോടൊപ്പം തന്നെ ഭരണി നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടത് രാഹുർദശയോ ശനിദശയോ ചന്ദ്രദശയോ ഒക്കെ ആണെങ്കിൽ അവർക്ക് അല്പം പ്രയാസം കൂടുതലായിരിക്കും. അവർ ഈശ്വരാധീനം വർദ്ധിപ്പിക്കാനുള്ള എല്ലാ വഴിപാടുകളും ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾക്ക് പോകുമ്പോഴത്തേക്കും ദേവിക്ക് വഴിപാട് ചെയ്യണം. ഗണപതി ഭഗവാന്റെ കറുകമാല സമർപ്പിക്കണം. അതുപോലെ തന്നെ ശാസ്താവിന് വഴിപാട് ചെയ്യണം. ശനിദേവന് വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്. ശനി ട്രാൻസിറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് മാർച്ച് 29 അടുത്ത് ശനിദേവനും ശാസ്താവിനും ഒരു വഴിപാട് ചെയ്യണം. ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെയും കൂടെ ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഈ 7.5 ശനി ആരംഭിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടായേക്കാം, ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തത് കാർത്തിക നക്ഷത്രക്കാരുടെ ഫലമാണ്. കാർത്തിക നക്ഷത്രക്കാർ 2 കൂറിലായിട്ടാണല്ലോ വരുന്നത്. കാർത്തിക നക്ഷത്രം വ്യാപിച്ച് കിടക്കുന്നത്. ആദ്യത്തെ 15 നാഴികക്കകത്ത് ജനിച്ചവർ മേടക്കൂറിൽ തന്നെയാണ്. അവർക്ക് 7.5 ശനിയുടെ തുടക്കമാണ് വരാൻ പോകുന്നത്. ഈ മാസം ആദ്യം അത്ര പ്രയാസം ഉണ്ടാകുകയില്ല, ചെറിയ ചെറിയ തടസ്സങ്ങളും ഒക്കെ ആയിട്ട് പോകും. പക്ഷേ ഈ സൂര്യൻ 12-ൽ വരുന്നതിൻ്റെ പ്രയാസങ്ങളും മനോദുഃഖങ്ങളൊക്കെ ഉണ്ടാകാം. ജോലിയിൽ പിരിമുറുക്കം ഉണ്ടാകാം. മേലധികാരികളുടെ അംഗീകാരം കിട്ടാത്തതിലൊരു വിഷമം ഉണ്ടാകാം. പ്രൊമോഷനൊക്കെ അല്പം താമസിക്കാം. ഏകാഗ്രത കുറയും. അതുകൊണ്ട് തന്നെ പ്രവൃത്തിയിൽ വീഴ്ചകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ശ്രദ്ധ വേണം. സാമ്പത്തികമായിട്ട് അവർക്ക് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ ഇടയില്ല. ധനം ആവശ്യത്തിന് കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. പിന്നെ കാർത്തികയുടെ മേടക്കൂറിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം 2-ലാണ് വ്യാഴം. അതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റേതായ ഗുണങ്ങൾ ലഭിക്കും. 3-ൽ ചൊവ്വ നിൽക്കുന്നതിൻ്റെ ഗുണവും ലഭിക്കും. സഹോദര സഹായവും ലഭിക്കുന്നതാണ്. ഇടവക്കൂറിൽപ്പെടുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് അത്ര തന്നെ നമുക്ക് ഗുണം പറയാൻ പറ്റിയില്ല. പക്ഷേ അവർക്ക് സൂര്യൻ 11-ലോട്ട് വരുന്നുണ്ട്. സൂര്യൻ 11 വരുന്നുണ്ട്. ശനി 11-ലേക്ക് ഈ മാസം എത്തും. അപ്പോൾ ആ ഒരു സമയത്ത് അവർക്ക് ചില
പ്രത്യേക ഗുണഫലങ്ങൾ സിദ്ധിക്കും. ഈ സൂര്യനും ശനിയും രാഹുവും മൂന്നും പാപഗ്രഹങ്ങളാണെങ്കിലും 11-ൽ വരുന്ന സമയത്ത് ഇവർ വളരെ ഗുണപ്രദമായിട്ട് പ്രവർത്തിക്കും. അപ്പോൾ ആദായം വർദ്ധിക്കാനായിട്ടുള്ള സാഹചര്യമുണ്ട്. ധനവരവൊക്കെ കൂടും, ആത്മവിശ്വാസം വർദ്ധിക്കും. കർമ്മരംഗത്ത് പുതിയ പ്രവർത്തനങ്ങൾ, അതായത് പുതിയ ടെക്നോളജി ആണെങ്കിലും അല്ലെങ്കിൽ പുതിയ ജോലിക്കാരെ നിയമിക്കുക, ഇല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് ഒന്ന് നവീകരിക്കുക, ഇല്ലെങ്കിൽ നമ്മൾ തന്നെ പുതിയ ഒരു പ്രവർത്തന മേഖലയിലേക്ക് മാറുക, ഇതൊക്കെ ഈ സാഹചര്യത്തിൽ ഉണ്ടാകാം. പൈതൃക സ്വത്തുക്കൾ ലഭിക്കും. ആ പൈതൃക സ്വത്തുക്കൾ ഉപയോഗിച്ച് നമുക്ക് ബിസിനസ് ലാഭകരമാക്കാനൊക്കെ ഉള്ള ശ്രമങ്ങൾ ചെയ്യാവുന്നതാണ്. പിതാവിൽ നിന്ന് സാമ്പത്തിക സഹായം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പിതാവിൻ്റെ സഹായത്തോടു കൂടി തന്നെ, അല്ലെ പിതാവിൻ്റെ പരിചയ വലയത്തിൽ കൂടെ തന്നെ ജോലിയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. മത്സര പരീക്ഷകളിലൊക്കെ നല്ല വിജയം കരസ്ഥമാക്കാൻ സാധിക്കുന്ന ഒരു മാസവുമാണ്. സർക്കാരിൽ നിന്ന് അനുകൂല തീരുമാനങ്ങൾ പലതും ഈ സമയത്ത് ഉണ്ടാകും. ശനി 11-ൽ വരുന്നത് കൊണ്ട് തന്നെ കാർഷിക ആദായം വർദ്ധിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ട്. ബുധൻ നിജത്തിലാണ് 11-ൽ നിൽക്കുന്നത് എങ്കിലും ബുധൻ പൂർണ്ണഫലം നൽകിയില്ലെങ്കിലും ഭാഗികമായിട്ട് ബുദ്ധിപരമായ ഉയർച്ചയും പഠനത്തിൽ വൈദഗ്ധ്യമൊക്കെ നൽകും. ശുക്രൻ ഉച്ചത്തിലാണ് 11-ൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്നുണ്ടാകുന്ന ചില ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടായേക്കാം. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു അവസരം വരികയാണെങ്കിൽ ചാടി പിടിക്കുക. നല്ലൊരു ജോലി, ചിലപ്പോൾ വിദേശത്തായിരിക്കും അതൊക്കെ ഉണ്ടെങ്കിൽ ചാടി പിടിക്കുക. ലോട്ടറി ഭാഗ്യമെന്ന് മാത്രം ധരിക്കരുത് ഈ ഭാഗ്യം എന്ന് പറയുമ്പോൾ. ചിലപ്പോൾ അതിലും കൂടിയത് വേറെ ഏതെങ്കിലും വഴിക്ക് വരാം. അപ്പോൾ സൂര്യനും വരുന്നുണ്ട്. സർക്കാർ ജോലി കിട്ടാനായിട്ടുള്ള സാധ്യതയും ഉണ്ട് 11-ൽ സൂര്യൻ വരുന്നതുകൊണ്ട്. അപ്പോൾ ഏതാണെങ്കിലും അവസരങ്ങൾ കളയാതെ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇടവത്തിൽ പെടുന്ന കാർത്തിക നക്ഷത്രക്കാർ പ്രത്യേകിച്ചും. കാർത്തിക നക്ഷത്രക്കാർ പൂർണ്ണമായിട്ടും തന്നെ അവരൊന്ന് ശ്രദ്ധിക്കുക. കാരണം ആദ്യത്തെ 15 നാഴിക എന്ന് പറഞ്ഞാലും അത് ഇടവൻ രാശിയോട് ചേർന്നാണല്ലോ വരുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ഗുണഫലം അവർക്ക് കിട്ടും. പക്ഷേ ജന്മവ്യാഴത്തിൻ്റേതായ ഒരു അല്പം ബുദ്ധിമുട്ടുകൾ ഈ ഇടവക്കൂറിൽപ്പെടുന്ന ആൾക്കാർക്കുണ്ടാകും. ഇടവത്തിൽ കൂടെയാണ് വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ചൊവ്വ 2-ൽ വരുന്നതിൻ്റേതായ ചില പ്രയാസങ്ങൾ അവർക്ക് ഉണ്ടാകാം. ഈ ചൊവ്വ 2-ലെ ചൊവ്വ എന്ന് പറയുന്നത് വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ പറയുന്ന വാക്കുകൾ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാം. അപ്പോൾ ആ വാക്കിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ പെരുമാറ്റം, നമ്മുടെ വാക്ക് ഒക്കെ ശ്രദ്ധിക്കുക. അതുപോലെ വ്യാഴം, ജന്മവ്യാഴം എന്ന് പറയുമ്പം ദുഃഖം ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കുടുംബത്തിൽ ആൾക്കാരോടൊക്കെ ഒന്ന് സ്നേഹമായിട്ട് പെരുമാറുക. പിന്നെ നവഗ്രഹ ക്ഷേത്രത്തിൽ വ്യാഴത്തിനൊരു വഴിപാട് പ്രത്യേകമായിട്ട് ചെയ്യുക. ചൊവ്വയ്ക്കും അതുപോലെ ചെയ്യുക. കാർത്തിക നക്ഷത്രക്കാർ പ്രത്യേകമായിട്ട് ചെയ്യേണ്ടത് സൂര്യ ഭഗവാനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. എല്ലാ ദിവസവും സൂര്യനെ ഒന്ന് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ മഹാദേവൻ്റെ ക്ഷേത്രത്തിൽ, ശിവൻ്റെ ക്ഷേത്രത്തിൽ അർച്ചന, കൂവള ഇല കൊണ്ടുള്ള അർച്ചന അല്ലെങ്കിൽ കൂവളമാല സമർപ്പിക്കുക. ധാര വഴിപാട് ചെയ്യുക. ഈ ധാര വഴിപാട് ചെയ്താൽ ജന്മവ്യാഴം കൊണ്ടുള്ള പ്രയാസങ്ങളും കൂടെ മാറിക്കിട്ടും. പിന്നെ കാർത്തിക നക്ഷത്രം, അതിൻ്റെ അനുജന്മ നക്ഷത്രങ്ങളായ ഉത്രം, ഉത്രാടം നക്ഷത്ര ദിനങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുക. ഓം നമഃ ശിവായ എന്നുള്ള മന്ത്രം എല്ലാ ദിവസവും ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. അതോടൊപ്പം തന്നെ ദേവീക്ഷേത്രത്തിൽ, കുടുംബ ദേവതയുടെ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുക. സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുക. ഇതൊക്കെ വലിയ ഗുണം നൽകുന്ന കാര്യമാണ്. പിന്നെ സർപ്പദൈവങ്ങൾക്ക് ഒരു വഴിപാട് ഈ സമയത്ത് ചെയ്യുന്നത് നല്ലതാണ്. രാഹു 11-ൽ നിൽക്കുന്നതായതുകൊണ്ട് ആ ആനുകൂല്യം പൂർണ്ണമായിട്ടും നമുക്ക് ലഭിക്കുന്നതാണ്. അടുത്തത് രോഹിണി നക്ഷത്രക്കാരുടെ ഫലമാണ്. രോഹിണി നക്ഷത്രം ഇടവക്കൂറിലാണ് വരുന്നത്. അവർക്ക് 11-ൽ സൂര്യൻ, 11-ൽ രാഹു, 11-ൽ ബുധൻ, 11-ൽ ശുക്രൻ. അതായത് 11ാമത്തെ രാശിയിൽ സൂര്യനും രാഹുവും ബുധനും ശുക്രനും ചേർന്നാണ് നിൽക്കുന്നത്. തൊഴിൽ മുഖേന ലാഭമുണ്ടാകാൻ സാധ്യതയുണ്ട്. കർമ്മ തടസ്സങ്ങൾ മാറാനായിട്ട് ഈ 11-ലെ സൂര്യൻ വളരെയേറെ സഹായിക്കും. സൂര്യനും രാഹുവും കൂടെ ഉള്ളതുകൊണ്ട് ശത്രുക്കളെ എതിർത്ത് തോൽപ്പിക്കാൻ സാധിക്കുന്ന ഒരു കാലമാണ്. എതിർത്ത് തോൽപ്പിച്ചില്ലെങ്കിൽ പോലും നന്നായിട്ട് പ്രതിരോധിച്ച് നിൽക്കാനായിട്ട് സാധിക്കും. ശത്രുക്കളുടെ ഉപായങ്ങളൊന്നും ഫലിക്കാതെ വരും. സ്വന്തം കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള പല പല അവസരങ്ങളും വരും. ആ അവസരങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കുക. ഈ സമയത്തൊരു പ്രത്യേകത ഉള്ളത്, പ്രസംഗിക്കാനൊക്കെ അറിയാവുന്നവരുണ്ടല്ലോ, സമൂഹത്തിൽ നേതൃത്വം വഹിക്കാൻ അവർക്ക് അവസരങ്ങൾ ഉണ്ടാകും. അപ്പോൾ ആ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആശയം നന്നായിട്ട് പ്രകടിപ്പിക്കാനുള്ള സന്ദർഭങ്ങളുണ്ടെങ്കിൽ അതിൽ മടിച്ചു നിൽക്കാതെ അത് പ്രകടിപ്പിക്കുക. നിങ്ങൾക്കൊരു നേതൃസ്ഥാനം ലഭിക്കാൻ സാധ്യതയുണ്ട്.
പുതിയ സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് സർക്കാരിൽ നിന്നുള്ള അനുമതിയൊക്കെ ലഭിക്കും, പെർമിറ്റുകളൊക്കെ ലഭിക്കും, ലൈസൻസുകളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ GST മുതലായ കാര്യങ്ങളിലൊക്കെ നമുക്ക് അനുകൂലമായ നിലപാടുകൾ വരുന്നതാണ്. ടാക്സ് കാര്യങ്ങളിലൊക്കെ സുഹൃത്ത് ബന്ധങ്ങൾ വളരെ ഉപകാരപ്രദമാകും. വളരെ ദൃഢമായ സുഹൃത്ത് ബന്ധങ്ങൾ ഫോം ചെയ്യാനായിട്ട് സാധിക്കും. വ്യാപാരത്തിലും അതുപോലെ തന്നെ ജോലിയിലാണെങ്കിലും ഒക്കെ അത് വളരെ ഗുണപ്രദമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഉപരിപഠനത്തിന് നല്ല കോഴ്സുകൾക്ക് പ്രവേശനം കിട്ടാൻ വിദ്യാർത്ഥികൾക്ക് സാധ്യതയുണ്ട്. വിദേശത്തും ജോലിക്ക് സാധ്യതയുള്ളൊരു സമയമാണ്. തൊഴിൽ തേടുന്നവർക്ക് നല്ല മേഖലയിലുള്ള നല്ല വരുമാനവും നല്ല പദവിയുമുള്ള ജോലി കിട്ടാൻ സാധ്യതയുണ്ട് രോഹിണി നക്ഷത്രക്കാർക്ക്. രോഹിണി നക്ഷത്രക്കാർക്ക് പൊതുവേ ദുഃഖമാണെന്നൊരു ധാരണയുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത്, അതായത് 11-ൽ ഈ ശുക്രൻ, 11-ൽ രാഹു, 11-ൽ സൂര്യൻ ഒക്കെ വരുന്ന സമയം, 11-ൽ ശനിയും വരും ഇനി. അപ്പോൾ ശനി 11-ൽ നിൽക്കുന്ന സമയവും നല്ലതാണല്ലോ, ഒരുപാട് ലാഭങ്ങൾ കിട്ടുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ ഇടവക്കൂറിൽപ്പെട്ട ആൾക്കാർ ഈ സമയം നന്നായിട്ട് ഉപയോഗിക്കണം ഈ അവസരം. കാരണം അവർക്ക് ഇതുപോലൊരു അവസരം ഇനി കിട്ടാനില്ല. അപ്പോൾ അടുത്ത കുറച്ച് കാലത്തേക്ക് സൂര്യനും രാഹുവൊക്കെ ഇപ്പം മാറും എങ്കിൽ പോലും ശനി 11-ൽ നിൽക്കും, ശുക്രൻ കുറച്ച് കാലത്തേക്ക് 11-ൽ കാണും. അപ്പോൾ ഈ ഒരു അവസരം നന്നായിട്ട് ഉപയോഗിക്കുക. പല രീതിയിൽ അവർക്ക് വരുമാനം കിട്ടാൻ സാധ്യതയുണ്ട്. കടബാധ്യതകളൊക്കെ തീർക്കാൻ സാധിക്കും. കുടുംബാംഗങ്ങളുമായിട്ട് ഒത്തുചേർന്ന് മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനും ആത്മീയമായ സ്ഥലങ്ങൾ സന്ദർശിക്കാനും ഒക്കെ യോഗമുണ്ട്. അതൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുക. കുടുംബാംഗങ്ങളുടെ സ്നേഹം നന്നായിട്ട് കിട്ടുന്ന കാലമാണ്. പഴയ പിണക്കങ്ങളൊക്കെ തീരും, ബന്ധുക്കളൊക്കെ അടുത്ത് വരും. അവിവാഹിതർക്ക് ദാമ്പത്യ സാഫല്യം ഉണ്ടാകാനുള്ള ഒരു കാലമാണ്. ഗൃഹനിർമ്മാണം പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ മീനമാസത്തിൽ ദാമ്പത്യം എങ്ങനെ വരും എന്ന് ചോദിച്ചാൽ, മീനമാസത്തിൻ്റെ പകുതി വരെ വിവാഹത്തിന് കൊള്ളുകയുള്ളൂ. അതിനുശേഷം മിക്കവാറും വിവാഹത്തിൻ്റെ കാര്യത്തിലൊക്കെ തീരുമാനം ഈ സമയത്ത് എടുത്തു വെക്കാം. മേടമാകുമ്പോഴത്തേക്കും കല്യാണമൊക്കെ നടക്കാനായിട്ട് സാധ്യതയുണ്ട്. പ്രണയിക്കുന്നവർക്കും ഗുണകരമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ശുക്രൻ 11-ലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ഗുണവും ഉണ്ടാകും. പിന്നെ മാസ പകുതിയാകുമ്പോഴത്തേക്കും, അതായത് ശനി ട്രാൻസിറ്റ് ചെയ്യുന്നതോടുകൂടി, ശനി മീനത്തിലേക്ക് കിടക്കുന്നതോടുകൂടി കണ്ടകശനി അങ്ങ് തീരും. അപ്പോൾ ഇത്രയും കാലം തടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്ന ശനി ഇനി ഗുണകരമായിട്ടാണ് കുറേ കാലത്തേക്ക് ഈ രോഹിണി നക്ഷത്രക്കാർക്ക് വരുന്നത്. അപ്പോൾ രോഹിണി നക്ഷത്രക്കാർ പലപ്പോഴും പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു അവസരം അവർ നന്നായിട്ടൊന്ന് ഉപയോഗിച്ച് നോക്കുക. തൊഴിൽപരമായിട്ട് നല്ല ഉന്നതി കിട്ടാനും അതുപോലെ വ്യാപാരത്തിലും സ്വന്തമായിട്ട് തുടങ്ങുന്ന എല്ലാ പ്രസ്ഥാനങ്ങളിലും നല്ല ഉന്നതി കിട്ടാൻ സാധ്യതയുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നത്. അത് നന്നായിട്ട് ഉപയോഗിക്കുക. നല്ല പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. ഇനി രോഹിണി നക്ഷത്രക്കാർ ചെയ്യേണ്ട വഴിപാടുകളെപ്പറ്റി നോക്കുമ്പം ദേവീപ്രീതികരങ്ങളായ കർമ്മങ്ങൾ പ്രധാനമായിട്ട് ചെയ്യണം. ചന്ദ്രപ്രാധാന്യമുള്ള ദിവസങ്ങളിൽ വ്രതമെടുക്കുന്നത് നല്ലതാണ്. തിങ്കളാഴ്ച, പൗർണമി തുടങ്ങിയ ദിവസങ്ങളിലൊക്കെ വ്രതമെടുക്കുന്നത് വളരെ ഉത്തമമാണ്. ദേവീക്ഷേത്ര ദർശനവും ചെയ്യുന്നത് നല്ലതാണ്. ഈ പൗർണമി ദിവസമേ ദേവീക്ഷേത്ര ദർശനം ചെയ്യുന്നത് നല്ലതാണ്. പൊങ്കാല പോലുള്ള വഴിപാടുകളിൽ പങ്കെടുക്കുന്നതും ഉത്തമമാണ്. രോഹിണി, അത്തം, തിരുവോണം ഈ നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനം ചെയ്യുക. അതായത് ജന്മ നക്ഷത്രത്തിലും അനുജന്മ നക്ഷത്രത്തിലും. പിന്നെ രാഹു ദശയോ കേതുർദശയോ ശനിദശയോ ആണെങ്കിൽ കൂടുതൽ വഴിപാടുകൾ ചെയ്യേണ്ടി വരും. അതിന് നല്ലൊരു ജ്യോതിഷിയുടെ ഉപദേശം കൂടെ തേടുന്നത് നന്നായിരിക്കും. സാമാന്യഗതിയിൽ ഈ ദേവീക്ഷേത്ര ദർശനം നടത്തുക. ശനിയുടെ ഗുണങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ശാസ്താവിനും ശനിദേവനും വഴിപാട് ചെയ്യുക. രാഹുവിനെ കൊണ്ടുള്ള രാഹു പെട്ടെന്നുള്ള ഭാഗ്യം തരും 11 നിൽക്കുമ്പോൾ. അത് ഗുണപ്രദമാകാൻ വേണ്ടി സർപ്പദൈവങ്ങൾക്ക് ഒരു മഞ്ഞൾപ്പൊടിയോ നൂറും പാലുമോ എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്. അടുത്തത് മകയിരം നക്ഷത്രക്കാരുടെ ഫലമാണ്. മകയിരം 2 കൂറുകളിലായിട്ടാണ് വരുന്നത്. ആദ്യത്തെ 15 നാഴികയ്ക്കകത്ത് ജനിച്ചവർ ഇടവക്കൂറിലും, രണ്ടാമത്തെ 15 നാഴികയ്ക്കകത്ത് ജനിച്ചവർ മിഥുനക്കൂറിലുമാണ് വരുന്നത്. അതിൽ ഇടവക്കൂറുകാർക്ക് ഈ പറഞ്ഞ പോലെ സൂര്യൻ 11-ലേക്ക് വരുന്നത് കൊണ്ടും അവിടെ രാഹു 11-ൽ വരുന്നു, ശനി 11-ലേക്ക് വരുന്നു, അങ്ങനെ ശുക്രനും ബുധനും അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഗുണകരമായ അനുഭവങ്ങളായിരിക്കും ഇടവക്കൂറിൽപ്പെട്ട മകയിര നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നത്. അവർക്ക് സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ ധാരാളമായിട്ട് കിട്ടും. സർക്കാർ ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ബാങ്ക് വായ്പയ്ക്കൊക്കെ അപേക്ഷിച്ചിരുന്നവർക്ക് അത് കിട്ടാൻ സാധ്യതയുണ്ട്. വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. ചിട്ടിയിലും നറുക്കെടുപ്പുകളിലും അതുപോലെ ലോട്ടറിയിലും വിജയത്തിനുള്ള സാധ്യത ഉണ്ട്. മാർക്കറ്റിംഗ് മേഖലയിലൊക്കെ ഇടപെട്ടിരിക്കുന്നവർക്ക് അവരുടെ ബിസിനസ് നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും.
ഏജൻസി, കമ്മീഷൻ വ്യവസ്ഥയിലുള്ള വിതരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് നല്ല ലാഭം കിട്ടുന്ന കാലമാണ്. കണ്ടകശനി അവസാനിക്കുന്നതിൻ്റെ വലിയ ഒരു ഗുണം അവർക്ക് കിട്ടും. ശനി 11ലേക്ക് വരുന്നതുകൊണ്ട് തന്നെ വളരെയേറെ സാമ്പത്തിക ലാഭം കൃഷിയിൽ നിന്നും വ്യാപാരത്തിൽ നിന്നും കിട്ടാൻ സാധ്യതയുള്ള കാലമാണ്. മിഥുന കൂറിൽപ്പെട്ട രണ്ടാമത്തെ പകുതിയിൽപ്പെട്ട മകയിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു ജോലി, ഇഷ്ടപ്പെട്ട മേഖലയിൽ ജോലി കിട്ടാനുള്ള സാധ്യതയും ഉണ്ട്. പരീക്ഷകളിൽ നല്ല പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കും. പക്ഷേ കുടുംബ ബന്ധങ്ങളിൽ ചെറിയ സംഘർഷങ്ങൾക്കോ അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ സാധ്യതയുണ്ട്. ബന്ധുക്കളുമായിട്ട് തർക്കങ്ങൾ ഉണ്ടാകാം. അതുപോലെ നിയമപ്രശ്നങ്ങൾ നേരിടേണ്ടി വരാം. വലിയ തോതിലല്ലെങ്കിൽ പോലും അവർക്ക് ഈ ചൊവ്വയുടെ ഒരു എഫക്റ്റ് അവർക്ക് അനുഭവപ്പെട്ടേക്കാം. അതുപോലെ വ്യാഴം 12ലുമാണിപ്പം സഞ്ചരിക്കുന്നത്. ഈ 2 പ്രശ്നങ്ങളും മിഥുനക്കൂറുകാർക്ക് അനുഭവപ്പെട്ടേക്കാം. അതുകൊണ്ട് മിഥുനക്കൂറിൽപ്പെട്ട മകയിര നക്ഷത്രക്കാർ വ്യാഴപ്രീതിക്കുള്ള വഴിപാടുകളും ദേവീപ്രീതി, സുബ്രഹ്മണ്യ പ്രീതിക്കുള്ള വഴിപാടുകളും കൃത്യമായിട്ട് ചെയ്യേണ്ടതാണ്. കാരണം ഈ ജന്മത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നു, അതുപോലെ വ്യാഴം 12 സഞ്ചരിക്കുന്നു. ഈ 12ാം വ്യാഴം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത കാലമാണല്ലോ. അപ്പോൾ ആ ഒരു പ്രശ്നം നേരിടാനായിട്ട് വ്യാഴപ്രീതി വരുത്തുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ അതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇടവക്കൂറിൽപ്പെട്ടവർക്ക് വിദേശ യാത്രായോഗമോ വിദേശത്ത് പോയി പഠിക്കാനോ ജോലി ചെയ്യാനോ ഒക്കെയുള്ള ഭാഗ്യം ഉള്ള കാലമാണ്. അതിനുള്ള അവസരങ്ങൾ ഒത്തുവന്നേക്കാം. മിഥുനക്കൂറിൽപ്പെട്ടവർക്ക് 10ൽ ശനി വരുന്നത് കൊണ്ട് തന്നെ അത്ര ഗുണകരം എന്ന് പറയത്തില്ല. കാരണം ശനി അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ അവർക്ക് കണ്ടകശനി തുടങ്ങുമല്ലോ. അപ്പോൾ ആ ഒരു പ്രയാസം, കണ്ടകശനി, ജന്മത്തിൽ ചൊവ്വ, 12ൽ വ്യാഴം, ആ ഒരു പ്രശ്നം അവർക്ക് നേരിടേണ്ടി വന്നേക്കാം. അതുപോലെ ശുക്രനെ 10ാം ഭാവത്തിൽ ശുക്രൻ ഉച്ചത്തിലാണ് ആയതുകൊണ്ട് ദോഷകരമല്ല. പക്ഷേ 10ാം ഭാവം എന്ന് പറയുന്നത് ശുക്രൻ അത്ര അനുകൂലമല്ല. ബുധനാണെങ്കിൽ നീചത്തിലുമാണ്. അതുപോലെ 10ൽ രാഹു എന്ന് പറയുന്നതും അത്ര ഗുണകരമല്ല. കർമ്മഭാവത്തിൽ ചെറിയ ചെറിയ തടസ്സങ്ങളും കർമ്മരംഗത്ത് അല്പസംഘർഷങ്ങളുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് മിഥുനക്കൂറുകാർ കൂടുതലായിട്ടൊന്ന് ശ്രദ്ധിക്കുക. മകയിര നക്ഷത്രക്കാരെ ചൊവ്വാപ്രീതികരങ്ങളായ കർമ്മങ്ങൾ പ്രധാനമായിട്ടും ചെയ്യണം. അവരുടെ നക്ഷത്ര ദശാനാഥൻ എന്ന് പറയുന്നത് ചൊവ്വയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മകയിരം നക്ഷത്രക്കാർ ദേവീക്ഷേത്രത്തിലും സുബ്രഹ്മണ്യ സ്വാമിക്കും പ്രത്യേകമായിട്ട് വഴിപാട് ചെയ്യണം. ചൊവ്വയുടെ അതിദേവതകളെന്ന് പറയുന്നത് ഭദ്രകാളിയും സുബ്രഹ്മണ്യ സ്വാമിയുമാണ്. ആ 2 ക്ഷേത്രങ്ങളിലും അവർ വഴിപാടുകൾ ചെയ്യുക. മകയിര നക്ഷത്രത്തിലും അനുജന്മ നക്ഷത്രങ്ങളായ അവിട്ടം, ചിത്തിര നക്ഷത്രങ്ങളിലും ക്ഷേത്ര ദർശനം നടത്തുക. ആൽപ്രദക്ഷിണം കൂടെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഈ കണ്ടകശനിയൊക്കെ വരുമ്പം ആൽപ്രദക്ഷിണം ചെയ്യുന്നത് നല്ലതാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ ശനി നമ്മുടെ വായുവിൻ്റെ ദേവനാണ്. എന്ന് പറഞ്ഞാൽ ശനി പ്രതിനിധീകരിക്കുന്ന പഞ്ചഭൂതങ്ങളിലെ ഘടകം എന്ന് പറയുന്നത് വായുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. കോവിഡ് മാത്രമല്ലല്ലോ, ചെറിയ തോതിലുള്ള ജലദോഷവും അതുമായിട്ട് ബന്ധപ്പെട്ട ഈ സാർക്കോ വൈറസ് പോലുള്ള ബാധകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള, അല്ലെ ശ്വാസം മുട്ടലെന്ന് പറയാം, ആസ്മയോ ശ്വാസം മുട്ടലോ എന്നൊക്കെ പറയാം. അപ്പോൾ അതിൽ നിന്നൊരു മോചനം കിട്ടാൻ ഈ ആൽപ്രദക്ഷിണം വളരെ ഗുണകരമാണ്. ശരിക്കും ഔഷധമാണ്. ആലിൽ നിന്ന് വരുന്ന ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള എയർ എന്ന് പറയുന്നത് നമുക്ക് ശ്വാസകോശത്തെ നന്നായിട്ടൊന്ന് ശാന്തമാക്കാൻ ഏറ്റവും നല്ലതാണ്. അപ്പോൾ അതും കൂടെ ചെയ്യുക ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ. പിന്നെ ശനി പ്രീതികരങ്ങളായ കർമ്മങ്ങൾ ചെയ്യേണ്ടതാണ്. മിഥുനക്കൂറിലുള്ളവർ പ്രത്യേകിച്ചും ശനി പ്രീതികരങ്ങളായിട്ട് കർമ്മങ്ങൾ ചെയ്യണം. ശാസ്താവിന് വഴിപാട് ചെയ്യണം, ഹനുമാൻ സ്വാമിക്ക് വഴിപാട് ചെയ്യണം. ഈ ചൊവ്വയെ കൊണ്ടുള്ള ദോഷം മാറാനും ഹനുമാൻ സ്വാമിക്ക് വഴിപാട് ചെയ്യുന്നത് വലിയ ഗുണം ചെയ്യുന്നതാണ്, ചൊവ്വ അനുകൂലമായിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ഹനുമാൻ സ്വാമിക്ക് വഴിപാട് ചെയ്യാനായിട്ട് ഈ മാസം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ മാസത്തിലെ ഈ 3 നക്ഷത്രങ്ങളിലും മകയിരം, ചിത്തിര, അവിട്ടം നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് നിർബന്ധമാക്കുക. ഷഷ്ടിവ്രതമൊക്കെ അനുഷ്ഠിക്കാൻ സാധിക്കുന്ന ആരോഗ്യമുള്ളവരും സമയമുള്ളവരും അത് ചെയ്യുക. അപ്പോൾ ഈ ജോലിയിലൊക്കെ ഒരുപാട് ഗുണഫലങ്ങൾ അതുകൊണ്ട് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം ഈ 5 നക്ഷത്രക്കാരുടെ മീനമാസ ഫലങ്ങളായിട്ട് പറയാനുള്ളത്. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പരിചയക്കാർക്കും അയൽക്കാർക്കും ബന്ധുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും എല്ലാവിധ സന്തോഷങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.